ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നല്ല വചനം തന്നതിനായ ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാം. നമ്മൾ പഴയ ഉടമ്പടി പഠിച്ചാൽ അനേകർ ദൈവത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരും വ്യക്തമായിട്ട് കണ്ടില്ല. ദൈവത്തിൻ്റെ തേജസ് അല്ല ദൈവം ദൂതന്മാരോട് സംസാരിച്ചത് എന്നിങ്ങനെയൊക്കെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. കാരണം ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അല്ലെ മനുഷ്യൻ്റെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമെന്ന് തിരുവചനം പറയുന്നു. നമ്മൾ 1 തിമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 15-16 തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവം ധന്യനായി ഏകാധിപതി, രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും തക്ക സമയത്ത് തൻ്റെ പ്രത്യക്ഷത വരുത്തും. ആ പ്രത്യക്ഷതയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രൂപാന്തരം പ്രാപിക്കുമ്പോൾ അല്ലെ നമ്മൾ ആ തേജസ് പ്രാപിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആത്മീയ കണ്ണുകൊണ്ട് മാത്രമേ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. നമുക്കറിയാം, ലോകത്തിൽ 85% മനുഷ്യർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ അല്ലെ അവരുടെ അറിവിനനുസരിച്ച് അവർ ആ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 15% മനുഷ്യർ പറയുന്നത് ദൈവമില്ല എന്ന് പറയുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നു. വിശ്വസിക്കുമെന്ന് തീർത്ത് പറയാൻ പറ്റിയല്ല, പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ച് ബൈബിള് പറയുന്നു. നമ്മൾ സങ്കീർത്തനം 41-ൻ്റെ 1-2 തിരുവചനത്തിൽ വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു: ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, നന്മ ചെയ്യുന്നവരുമില്ല. എന്നാൽ ദൈവം മനുഷ്യരെ നോക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നുവെന്ന് സങ്കീർത്തനം നമ്മളോട് പറയുന്നു. അപ്പം ഈ പ്രകൃതിയിലേക്ക് നോക്കി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് അത് മനസ്സിലാക്കാൻ പറ്റാത്തവനാണ് എന്ത് ചെയ്ത് ദൈവമില്ല എന്ന് പറയുന്നത്. അവനെ വചനം പറയുന്നത് മൂടനെന്ന. ദൈവമില്ലാന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നത്. അല്പമെങ്കിലും ജ്ഞാനവും ബോധമുള്ളവനൊരിക്കലും ദൈവം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? നമുക്ക് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ദൈവം തന്നെ വെളിപ്പെടുത്തി മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന 3 വഴികളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഈ പ്രകൃതി സൃഷ്ടിപ്പിലൂടെയാണ്. എന്നാൽ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ സൂര്യചന്ദ്രനെ നോക്കുമ്പോൾ അല്ലെ ഭൂമിയിലെ മനുഷ്യരെ നോക്കുമ്പോൾ മറ്റുള്ള സകല ചരാചരങ്ങളെ നോക്കുമ്പോൾ സകല സൃഷ്ടികളെ നോക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ശക്തനായ അല്ല സർവബുദ്ധിമാനായ ഒരു മഹാ ദൈവം അല്ലെ ഒരു ആളുടെ കരങ്ങൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം 19-20 വാക്കിലേക്ക് കടന്നു വരുമ്പം റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19-20 തിരുവചനത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു: ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? അവർക്ക് പ്രതിവാദം പറയാനില്ലാതിരിക്കേണ്ടതിന്, പറയാമില്ലാതിരിക്കേണ്ടതിന്. അപ്പോൾ ആർക്കും ഒരു മനുഷ്യനും ദൈവമില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? തൻ്റെ സൃഷ്ടിയിലൂടെ തൻ്റെ ആ ദൈവത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ നമുക്ക് അടുത്ത വാക്യത്തിലേ വരുമ്പോൾ നമുക്ക് ആ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് അവർ
എന്നാൽ എന്ത് ചെയ്തു? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥമായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഈ സർവശക്തനായ ദൈവം, ഒന്നിലും ഒതുക്കാൻ പറ്റാത്ത, ആർക്കും അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വഹിക്കുന്ന ഈ സർവശക്തനായ ദൈവത്തിൻ്റെ തേജസ് എന്ത് ചെയ്ത്? ജ്ഞാനികളെന്ന് പറയുന്നവർ, അല്ലെ അവർ സർവ്വജ്ഞാനികളെന്ന് സ്വയം ചിന്തിക്കുന്ന മനുഷ്യ ലോക ജ്ഞാനികൾ എന്ത് ചെയ്തു? ആ ദൈവത്തിൻ്റെ തേജസ്സിനെ മനുഷ്യനും മൃഗം, പക്ഷി എന്നിവയുടെ സദൃശ്യമാക്കി കളഞ്ഞു എന്ന് തിരുവചനം പറയുക. നമ്മൾ സങ്കീർത്തനം 19:1 വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന സ്ഥിതി, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാൻ ദൈവത്തെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ഭൂമി തന്നെ 23.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് നിറഞ്ഞുകൊണ്ട് തന്നെയും സൂര്യനെയും കറങ്ങിക്കൊണ്ടിരിക്കുക കിലോമീറ്റർ സ്പീഡിൽ. ഇതാര് പിടിച്ചിട്ടാണ്? അതുപോലെ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരു സൗരയൂഥമേ ഉള്ളൂ, 9 ഗ്രഹങ്ങൾ ഇറങ്ങിയ ഒരു സൗരയൂഥം ഉള്ളതെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, മിൽക്കി വേ പോലെ അനേക സൗരയൂഥങ്ങൾ, ഈ സൂര്യനെ 10 ഇരട്ടി വലിപ്പമുള്ള സൂര്യനടങ്ങിയ അനേക സൗരയൂഥങ്ങൾ, അനേക ഗോളങ്ങൾ, അനേക നക്ഷത്രങ്ങളൊക്കെ ഉള്ളതായിട്ട് ഇപ്പം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുക. ഇതിനെയൊക്കെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? ഇതിനൊക്കെ ആരാ ചെയ്യുന്നത്? അല്പം ജ്ഞാനവും ബുദ്ധിയും ഉള്ളവന് ചിന്തിക്കാനേ ഉള്ളൂ. ഇതിൻ്റെ പുറകിലുള്ള പ്രവർത്തനമെല്ലാം ദൈവത്തിൻ്റെ കൈവേലയാണെന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രപഞ്ചത്തിലേക്ക് അതിനാണ് ദൈവം പ്രപഞ്ചത്തിലൂടെ തൻ്റെ സൃഷ്ടിയിലൂടെ മനുഷ്യന് മനസ്സിലാക്കാൻ തക്കവണ്ണം തൻ്റെ സൃഷ്ടി. നമുക്കറിയാം, മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ ഇന്ന് വരെ ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ഉള്ള അനേക അതിശയകരമായ കാര്യങ്ങൾ ഇന്ന് മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട്. എത്ര പഠിച്ചിട്ടും തീരാത്ത രീതിയിലാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നിർമ്മിതി. അതുപോലെ ആ ഓരോ സൃഷ്ടിയിലും നമുക്കറിയാം, ചെറിയൊരു ജീവിയെ എടുത്താൽ പോലും അതിൻ്റെ അകത്ത് എത്ര മനോഹരമായിട്ടാണ് അതിനെ സൃഷ്ടിച്ചിരുന്നതൊക്കെ നമ്മൾ കാണുവാൻ സാധിക്കും. ഇതൊക്കെ എന്താണ്? ഇത് ദൈവമുണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് ഇതെന്നെല്ലാം ലോകം അറിയുവാൻ വേണ്ടിയാണ്. ഇതാണ് ഒന്നാമത്തെ ദൈവത്തെ അറിയാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സാഹചര്യം. രണ്ടാമതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തെ പറയുന്നു, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാമ്പിളാണ് മനുഷ്യർക്ക് കൊടുത്തത്. എന്തിനു വേണ്ടിയാണ്? ഈ വചനം വായിച്ചിട്ട് മനുഷ്യൻ എന്ത് മനസ്സിലാക്കണം? ഈ ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയുള്ളവനാണെന്നും ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നും ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്നും ഇനി നമ്മൾ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം വചനത്തിലൂടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ 2 പത്രോസ് 1:20-21 തിരുവചനത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, തിരുവചനത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്തിൽ ഉളവായതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. പ്രവചനങ്ങൾ ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് പ്രസ്താവിച്ചതത്രേ, സംസാരിച്ചതത്രേ. അപ്പം ദൈവത്തിൻ്റെ തിരുവചനത്തിലെ സത്യവേദ പുസ്തകത്തിലെ കാര്യങ്ങളൊന്നും മനുഷ്യൻ്റെ ഇഷ്ടത്തിൽ എഴുതിയതല്ല. 1600 പരം വർഷങ്ങൾ കൊണ്ട് 40-ലധികം എഴുത്തുകാർ പരിശുദ്ധാത്മാ നിറവ് പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാൻ്റെ അരുളപ്പാടുകൾ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ് ഈ സുവിശേഷം എന്നുള്ളത്. അതിലൂടെയാണ് ദൈവത്തെ നമുക്ക് അറിയാനുള്ള മറ്റൊരു മാധ്യമം. അതുകൊണ്ട് എല്ലാവരോടും പറയണേ, നിങ്ങൾ വചനം സത്യവേദ പുസ്തകം നിങ്ങൾ വായിക്കും, അപ്പോഴാണ് നിങ്ങൾ സത്യം എന്നറിയുന്നത്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വചനം അറിയായാൽ, തിരുവചനം അറിയായാൽ എന്ത് ജനം തെറ്റിപ്പോകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയാനിടയായിരുന്നു. അപ്പം ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം ആരാണെന്നും ദൈവം ഉണ്ടെന്നും ദൈവം എങ്ങനെ ഉള്ളവനാണെന്നും ദൈവത്തെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും, ദൈവം നമ്മെ എങ്ങനെ സ്നേഹിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം കരുതിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് തിരുവചനം. അത് മാത്രമല്ല, നമുക്കറിയാം അവസാന ന്യായവിസ്താരത്തിൽ എന്ത് ചെയ്ത് ദൈവം നമ്മെ ന്യായം വിധിക്കുന്നത് ഈ സത്യവേദ പുസ്തകവും ഓർമ്മയുടെ പുസ്തകവും ജീവൻ്റെ പുസ്തകവും വെച്ചാണ്.
എന്ന് വെച്ചാൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും തീപ്പോയി തള്ളിയിടും. അതുപോലെ ഓർമ്മ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും അല്ലെങ്കിൽ മറ്റാരും കാണാതെയും കാണാതെ രഹസ്യമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഓർമ്മയുടെ പുസ്തകം കൊണ്ടുവന്ന് നമ്മളെ വിസ്തരിക്കും. മറ്റൊന്ന് നമ്മൾ ദൈവത്തിൻ്റെ ഈ നിത്യവചനം എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനമാവുന്ന സത്യവേദ പുസ്തകം. കാരണം എന്താ, ആ വചനപ്രകാരമാണോ നാം ജീവിക്കുന്നത്, ആ വചനപ്രകാരമാണോ നമ്മൾ ഉപദേശിക്കുന്നത്, ആ വചനപ്രകാരമാണോ നാം നിലനിന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, നമ്മെ ന്യായം വിസ്തരിക്കുന്ന പുസ്തകങ്ങളാണ് ഇത് മൂന്നും. അതുകൊണ്ട് വേദപുസ്തകത്തിലൂടെ നമ്മുടെ ദൈവത്തെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്കറിയാം, മൂന്നാമത്തെ ദൈവത്തിൻ്റെ വെളിപ്പാടാണ് കർത്താവായ യേശു ക്രിസ്തു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അവസാനത്തെ വെളിപ്പാടെന്ന് കൂടി നമുക്ക് നമുക്കറിയാം എബ്രായ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പം ഏദെൻ തോട്ടത്തിൽ വെച്ച് ദൈവം പറഞ്ഞു തുടങ്ങി ആ രക്ഷയെക്കുറിച്ച് പറഞ്ഞ് പ്രവാചകന്മാർ പിതാക്കന്മാരിലൊക്കെ പറഞ്ഞു വന്നിട്ട് ഈ അവസാനം അതിൻ്റെ ഫിനിഷ് എന്ന പോലെ അന്ത്യകാലത്തിൻ്റെ പുത്രൻ മുഖാന്തരം നമ്മൾ അരുളി ചെയ്തിരിക്കുന്നുവെന്ന് അതിൻ്റെ ഒരു വെളിപ്പാട് ദൈവത്തിന്. അതപ്പം അത് മാത്രമല്ല, തിരുവചനം പറയുന്നു, ക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ ദൈവത്തെ നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ നമ്മൾ കണ്ടാൽ മതി. അതാ കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്നായിരിക്കുന്നു. എനിക്കുള്ളതെല്ലാം പിതാവിനുള്ളതെല്ലാം എൻ്റേതുമാണെന്ന് കർത്താവ് പറയാനിടയായിത്തീർന്നു. പിതാവിനെ കാണിച്ചു തരണമെന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചപ്പോൾ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടി ഇത്ര നാൾ ഇരുന്നിട്ട് നീ ഇതുവരെ എന്നെ കണ്ടില്ലേ, അല്ല പിതാവിനെ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം എന്താ? തന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പം ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശുമെന്ന അനുസരണമുള്ളവനായിരുന്നു. അപ്പം ക്രിസ്തു ആരാ? ദൈവമായിരുന്ന പൂർണ്ണ ദൈവം ആയി പൂർണ്ണ മനുഷ്യനായി ആയിരുന്ന ദൈവം എന്ത് ചെയ്ത് പൂർണ്ണ മനുഷ്യനായി മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്ന് അവതരിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായി, മക്കൾ എന്ന് പറയാൻ മനുഷ്യർ ജഡരക്തങ്ങളോട് കൂടിയവരായ ക്രിസ്തുവും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിൻ്റെ അധികാരിയായ പിശ തൻ്റെ മരണത്തിൽ നിന്ന് ജീവപര്യന്തം മരണവിധി അടിമകളാരെയൊക്കെ വിടുവിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ നിന്ന് അവതരിച്ചത്. അപ്പം ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് യേശു ക്രിസ്തു. ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ഉപദേശം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവനെതിരെ അവൻ ദൈവത്തെ കണ്ടിരിക്കും. ക്രിസ്തുവിലൂടെയാണ് ദൈവത്തെ അവസാനമായി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം പിതാവ് പുത്ര പരിസരമ ത്രിയേക ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധനായ ദൈവം, ഇത് മൂന്നും കൂടുമ്പോൾ സത്തയിലൊന്ന് ആയിരിക്കുന്ന ത്രിയേക ദൈവത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് വേദപുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപമായിരിക്കുന്ന ദൈവത്തെ കാണുന്നവൻ ക്രിസ്തുവിനെ കണ്ടാൽ മതി, ക്രിസ്തുവിൻ്റെ വചനം കേട്ടാൽ മതി. ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ ദൈവം ക്രിസ്തുവാകുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊരു വചനം ദൈവമായി. ആ വചനമായിരുന്നവനാണ് മനുഷ്യനായി അവതരിച്ചത്. അപ്പം ദൈവത്തെ പൂർണ്ണമായി മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടിരിക്കുന്നതാണ് ജഡത്തിൽ വെളിപ്പെട്ടവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ അവസാനത്തെ വെളിപ്പാട്. ക്രിസ്തുവിലൂടെയാണ് ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തിയത്. അതാ നമ്മൾ ആദ്യം വായിച്ച വാക്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തൻ്റെ മടിയിൽ നിന്ന് പുത്രൻ ആ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുവാനിടയായിരുന്നു. ആകയാൽ ആ ദൈവത്തെ കാണുവാനും അറിയുവാനും ആ ദൈവം എങ്ങനെയുള്ളവനാണെന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ദൈവം നമുക്ക് വേണ്ടി ചെയ്ത് എന്തെന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ വരവേറ്റം ആസന്നമായിരിക്കുന്നു. വചനം പോലെ ഒരുങ്ങി നീക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ മാനിക്കുമാറാകട്ടെ. ആമേൻ.